ഹലോ എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസിന്റെ അക്കൗണ്ടൻസ് എടുക്കുന്ന അഫ്ലേസ് സാറാണ്. ഓക്കെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് എങ്ങനെ നമുക്കൊരു 30 മാർക്ക് അല്ലെങ്കിൽ അതിന്റെ 30ന്റെ മുകളിലേക്കുള്ള മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് സാറേ, എപ്പോൾ ലൈവ് എടുത്താലും എപ്പോൾ ക്ലാസ് എടുത്താലും ഏറ്റവും ചോദ്യമുള്ള കുട്ടിക്ക് ഏതൊക്കെയാണ് സാറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറയുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്ത് കുറച്ചൊന്ന് പഠിച്ച് തുടങ്ങി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മുടെ സമയം ഏകദേശം അടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ഒരു ഫോക്കസ് സ്റ്റഡി ആണല്ലേ, ഇതുവരെ തുടങ്ങാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് വേണം, ഈ ക്വസ്റ്റ്യനെങ്കിലും പഠിച്ചിട്ട് എന്ത് ചെയ്യണം, ഓണ പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് വാങ്ങണം എന്നുള്ളതാണല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിലേക്കുള്ള ഓരോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഞാൻ വെറുതെ ചാപ്റ്ററിൻ്റെ പേരുകളൊക്കെ പറയും. 5 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്ന് ഇവിടെ റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റിവൈസ് അല്ല, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്, ബിസിനസിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. രണ്ടാമത് പ്രിൻസിപ്പിൾസ് ആണ്. മൂന്നാമത് ബിസിനസ് എൻവിറോൺമെൻറ്റ് ആണ്. 4ഉം 5ഉം നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻസ് തുടങ്ങാണ്, പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും അല്ലേ. അങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാം ചെറിയ ചാപ്റ്ററുകളാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 5 എണ്ണത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു തരട്ടെ. നമ്മുടെ ഇതിൻ്റെ എജുപോർട്ടിൻ്റെ കമ്മ്യൂണിറ്റി ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ബിക്കോസ് അവിടെ നിങ്ങളുടെ മൈക്രോബിറ്റ്, നോട്ട്സ്, PYQ, മോഡൽ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സമ്മറി എന്നിങ്ങനെ ഒരു +2 എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ +2 പഠിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും 100% യൂസ്ഫുൾ ആവുന്ന നോട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയാണ്. അതിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജസ്റ്റ് ലിങ്ക് താഴെയുണ്ട്, ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഒരിക്കലും നഷ്ടമാവില്ല. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് അത്രയും ഉപകാരമുള്ള നോട്ട്സും കാര്യങ്ങളും എല്ലാം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് ലൈവുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണല്ലേ. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ വെരി എക്സ്ക്ലൂസീവ് ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി. അപ്പോൾ +2 ഇപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും കാണുമ്പോൾ തന്നെ ജസ്റ്റ് അതിൽ നിന്ന് ജോയിൻ ചെയ്തേക്കുക. എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് ലഭിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം 5 മേജർ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ 5 ഫംഗ്ഷൻസ് പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്നുള്ള ഈ 5 എണ്ണം നമ്മൾ എന്തിനാ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എന്തിനാണ് അറിഞ്ഞിരിക്കുന്നത്, ഈ പറഞ്ഞതുപോലെ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 12th സ്റ്റാൻഡേർഡിൽ മൊത്തം പഠിക്കാൻ പോകുന്നത്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പോകുന്നത് ഇതായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമതായി ചോദിക്കുന്നത്, വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെന്റ്, ലിസ്റ്റ് ഔട്ട് എനി 4 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. മാനേജ്മെന്റ് എന്നാൽ എന്താണ്, അവയുടെ ഏതെങ്കിലും 4 സവിശേഷതകൾ എഴുതുക എന്നുള്ളതാണ്. ആദ്യം തന്നെ മാനേജ്മെന്റ് എന്താണെന്ന് അങ്ങോട്ട് എഴുതുക. എന്താണ്, ഇറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് അല്ലേ. നമ്മൾ എന്താണ് ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ നേടുന്നു എന്നുള്ള ഒരു ഡെഫിനിഷൻ എഴുതിയതിനു ശേഷം നിങ്ങൾക്കറിയാവുന്ന ഈ പറഞ്ഞ 4 എണ്ണമോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 4 എണ്ണം, 4 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സോ അതിൽ എഴുതുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം, ഗോൾ ഓറിയൻറ്റഡ് ആണ്, പെർവസീവ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ, ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നോക്കിയാലും നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോർഡിനേഷൻ. 100% ഷുവറാണ്, കോർഡിനേഷൻ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തെയില്ല, നമ്മുടെയൊക്കെ വിട്ടുപോകില്ല. എന്താണ് കോർഡിനേഷൻ? ഓക്കെ, വാട്ട് ഈസ് കോർഡിനേഷൻ, എക്സ്പ്ലെയിൻസ് എനി 3 ഫീച്ചേഴ്സ് എന്ന് പറയുന്നു. ഏകോപനം എന്നാൽ എന്ത്, ഇതിൻ്റെ 3 സവിശേഷതകൾ എഴുതാൻ പറയുന്നു. കോർഡിനേഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ എല്ലാവരെയും എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നു. അതിൻ്റെ ഏതെങ്കിലും ഒരു 3 ഫീച്ചേഴ്സോ 3 സവിശേഷതകൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ സെയിം പോയിന്റ്സ് തന്നെ എഴുതിയാലും ഇതെന്താണ് ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് ഈ ചാപ്റ്റർ എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് തലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കാം, 3 തലങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. അത് നമുക്ക് ഈസിയാണ്, ടോപ്പ്, മിഡിൽ, ലോവർ ലെവൽ എന്നുള്ളത്. അത് പഠിക്കുന്ന സമയത്ത് അതിൽ ആരൊക്കെയാണുള്ളത്, ഹു ആൻഡ് ഓൾ ആർ ദർ, അതുപോലെ തന്നെ അവരുടെ ഫംഗ്ഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എങ്ങനെ ചോദ്യം വന്നാലും ഈ ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയും നിങ്ങൾ ചാപ്റ്റർ 1ൽ നിന്ന് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മക്കളെ, ചാപ്റ്റർ 1 നിന്ന് ചോദിക്കാൻ പോകുന്ന ഒരു 60% ക്വസ്റ്റിൻ്റെ ആൻസേഴ്സും നിങ്ങൾക്ക് എന്താണ് സെറ്റാണ്. മേ ബി ഇത് തന്നെയാണെങ്കിൽ 100% ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവർ ചോദിക്കുകയാണെങ്കിൽ മാക്സിമം പോയാൽ നേച്ചർ ഓഫ് മാനേജ്മെന്റ് ചോദിക്കും, എന്താണ് സയൻസ്, അതേപോലെ മാനേജ്മെന്റ് ഇസ് ആർട്ട്, സയൻസ് ആൻഡ് ഈ പറഞ്ഞ പ്രൊഫഷൻ എന്നുള്ളൊരു ചോദ്യം കൂടി. ബാക്കിയൊക്കെ സെറ്റാണ്. പിന്നെ എന്തുണ്ട്, റിസ്ക് എന്ന് പറയുന്ന ഒരു അതില്ല. ഈ പറഞ്ഞ പോലെ ഇത്രയാണ് നമുക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ചോദിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കട്ടോ. ഓക്കെ, ഫൈൻ. അടുത്തതായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, കുറച്ച് MCQs ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രം ദി നോട്ട് റിലവൻറ്റ് ഫീച്ചർ മാനേജ്മെന്റ്, അതേപോലെ വിച്ച് ഓഫ് ദ ബെസ്റ്റ് ഡിസ്ക്രൈബ് നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, ചെയർമാൻ ബിലോങ്സ് ടു ഡിഫറെന്റ് ലെവലിലെ, ചെയർമാൻ എവിടെയാണ്, ടോപ്പ് ലെവലിലാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പെന്നിൻ്റെ കളറൊക്കെ ആരംഭിച്ചു. ഓക്കെ, ഇതെന്താണ് ഈ പറഞ്ഞതുപോലെ, ഷിറ്റ്
ഓക്കെ, ഇതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നേച്ചർ ഓഫ് മാനേജ്മെന്റ് അല്ലേ, നേച്ചർ ഓഫ് മാനേജ്മെന്റ് ഏതാണ്, അതേപോലെ തന്നെ റെലവൻറ്റ് ഫീച്ചർ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇതുപോലത്തെ MCQs നമുക്ക് എന്ത് ചെയ്യും ചാപ്റ്റർ 1 എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എങ്ങോട്ട് പോവാണ്, ദ മോസ്റ്റ് ഈസിയസ്റ്റ് ആൻഡ് ഇവിടുന്ന് എവിടെ നിന്നാണ് ചോദ്യം ചോദിക്കുക എന്നുള്ളത് +2 പഠിക്കാൻ തുടങ്ങിയ ഏതൊരു മനുഷ്യനും 100% ആയിട്ട് അറിയാം. നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട 2 ആൾക്കാരെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമാക്കിയിരിക്കണം. ഹെൻറി ഫയലിനെ കുറിച്ചും FW ടൈലറിനെ കുറിച്ചും. ഇവരുടെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും പഠിക്കുന്നതോട് കൂടിയിട്ട് സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ അങ്ങോട്ട് മൂടി വെച്ചേക്ക്, വേറെ ഒരു ചോദ്യം എന്ത് ചെയ്യുന്നില്ല, അതിൽ നിന്ന് വരാനില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഇത് എന്താണ് 14 പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൻറി ഫയോളിൻ്റെത് പറയുന്നുണ്ട്. ഈ 14 എണ്ണം നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. പണ്ടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു 8 എണ്ണം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും 10 എണ്ണം പഠിച്ചാൽ മതി എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴെന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഏതെങ്കിലും അവർ തന്നെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ അടിയിൽ പറഞ്ഞ ബിലോ മെൻഷൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു 6 എണ്ണത്തിനെ കുറിച്ച് എഴുതുക എന്നുള്ള ചോദ്യമേ. ഓക്കെ, ഇടങ്ങേറായില്ലേ, നമ്മൾ പഠിച്ച ഏതെങ്കിലും 8 എണ്ണം അതിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താവും, ഇടങ്ങേറാവും. ഓക്കെ, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റിയുള്ള ഈ സെറ്റിലെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഡ്യൂപോർട്ടിൻ്റെ ക്ലാസ്സസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ കേട്ടാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ 14 എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദം ആർ അതിൻ്റെ മീനിങ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. തൊഴിൽ വിഭജനവും അതേപോലെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി, അച്ചടക്കം, യൂണിറ്റ് ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, ജീവനക്കാരുടെ പ്രതിഫലം, സ്കാലർ ചെയിൻ. ഈ സ്കാലർ ചെയിൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കാലർ ചെയിൻ മാത്രമായിട്ടൊരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളാം. സ്കാലർ ചെയിൻ എന്താണ്, അതിൽ ഗാങ് പ്ലാങ് എന്താണ് എന്നുള്ള ചോദ്യം മാത്രമായിട്ടും ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു തരും, ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം എന്താണ്, ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യേണ്ട, പോവേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹെൻറി ഫയലിൻ്റെ 14 പ്രിൻസിപ്പിൾസ് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എങ്ങോട്ട് പോകാം, FW ടൈലറിലേക്ക് പോകാം. FW ടൈലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ നമ്മൾ 14 എണ്ണം വെച്ച് ഇടങ്ങേറാക്കിയിട്ടില്ല. വളരെ ഈസി ആയിട്ട് 4 പ്രിൻസിപ്പിൾസ് മാത്രമാണ് എന്ത് ചെയ്തത്, അദ്ദേഹം കൊണ്ടുവന്നത്. എന്താണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോപ്പറേഷൻ നോട്ട് ഇന്റലിജൻസും, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ എന്ന് പറയുന്നു. വളരെ ഈസി ആയിട്ടുള്ള 4 പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ടെക്നിക്സും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സ്റ്റാൻഡർഡൈസേഷൻ, മെത്തേഡ് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിഗ് സ്റ്റഡി, ഡിഫറൻറ്റ് ബേസ് വെച്ചിട്ട് എന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ചലന പഠനം, സമയ പഠനം, ക്ഷീണ പഠനം, രീതി പഠനം എന്നൊക്കെ പറയുന്ന വളരെ എളുപ്പമുള്ള ഏതൊരാൾക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത് രണ്ടുമാണ്. ഞാൻ ഹെൻറി ഫയോളിനെ പറഞ്ഞപ്പം അതിൽ പ്രത്യേകം ആര് പറഞ്ഞു, സ്കാലർ ചെയിൻ എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ FW ടൈലറിനിൽ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടത് ആരെയാണ്, ഈ പറയുന്ന ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന ഒരു വർക്കറെ കൺട്രോൾ ചെയ്യാൻ 8ഓളം സൂപ്പർവൈസേഴ്സ് ഉണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ കുറിച്ചിട്ട് അതിലും ഇതിൻ്റെ കുറച്ച് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആൾക്കാർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ്, ഡിസിപ്ലിനറി എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സെറ്റാക്കിയേക്കണം. ഓക്കെ, ഇത് മാത്രമായിട്ട് ഒരു പക്ഷേ ഈ ചാപ്റ്ററിന് 2 ചോദ്യം ഉള്ളൂ എന്ന് സംശയം വരുമ്പോൾ അവർ ചോദിക്കാൻ സാധ്യത ഉള്ളത് എന്താണ്, ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, അങ്ങനെ ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്താണ് ഉത്തരം സെറ്റായിട്ട് കിട്ടും എന്നുള്ളതാണ് ടോപ്പ്. ഓക്കെ, അതിൽ നിന്നും ഞാൻ എന്ത് ഇതിൻ്റെ 2 MCQ ആഡ് ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫൈ the management principle state that management should replace I with V എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലേ. I with V എന്ന് പറയുന്നത് എന്താണ്, സ്പിരിറ്റ് ഡീകോപ്സ്, നമ്മൾ ടീം സ്പിരിറ്റ് എന്ന് പറയുന്നതാണ്. ഫൈൻഡ് ഓഡ് വൺ, സ്പീഡ് ബോസ്, മാനേജർ, ഗാങ് ബോസ്, ഇൻസ്പെക്ടർ എന്ന് പറയുന്നതുണ്ട്. അതുപോലത്തെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഗോയിങ് ടു ദ 3rd ചാപ്റ്റർ, ബിസിനസ് എൻവിറോൺമെൻറ്റ്. വളരെ ചെറിയൊരു ചാപ്റ്റർ, വളരെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചാപ്റ്റർ, അതാണ് ബിസിനസ് എൻവിറോൺമെൻറ്റ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്ന ടെക്നിക്കൽ എൻവിറോൺമെൻറ്റും എക്കണോമിക് എൻവിറോൺമെൻറ്റും സോഷ്യൽ എൻവിറോൺമെൻറ്റും പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റും അങ്ങനെ പറയുന്ന കുറച്ച് എൻവിറോൺമെൻറ്റുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നതിനോട് കൂടിയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, വി ആർ സ്കോറിംഗ് ഗുഡ് മാർക്ക് അല്ലേ. ഈ പറഞ്ഞതുപോലെ ഇവിടുന്ന് ഒരു 5 മാർക്കിൻ്റെ ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് വരികയാണെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ 5 എണ്ണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള എന്താണ് എക്കണോമിക്, നമ്മുടെ ടാക്സേഷൻ സിസ്റ്റം, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് സിസ്റ്റം, നമ്മുടെ കയ്യിലുള്ള ഇൻകം എന്നൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത് ചെയ്താൽ, സോഷ്യൽ എൻവിറോൺമെൻറ്റ്, നമ്മുടെ ഫാഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ച് ചെയ്താൽ, ടെക്നോളജി എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ചേഞ്ചിനെ കുറിച്ച് ചെയ്താൽ, നമ്മുടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, എല്ലാത്തിലും വരുന്ന ചേഞ്ചസ്, അതുപോലെ പൊളിറ്റിക്കൽ, ലീഗൽ, അന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക, എഴുതി പോവുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടില്ല, എന്നാലോ മാർക്ക് ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനിലൊന്നാണ് ഇതിലെ. അതുപോലെ അടുത്തതായിട്ട് വരുന്നതാണ് LPG എന്ന് പറയുന്ന ഈ പറയുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ളൊരു ചോദ്യം വരുന്നു. ഓക്കെ, ഒരു 3 മാർക്കിൻ്റെ ചോദ്യം. എന്തൊക്കെയാണ് LPG?
എക്സ്പാൻഡ് LPG അതിന് ഓരോന്നിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു. ലിബറലൈസേഷൻ എന്താണ്, പ്രൈവറ്റൈസേഷൻ എന്താണ്, ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ള ഡിഫറെൻ്റ് ആയിട്ടും ചോദ്യങ്ങൾ വരാം. എങ്ങനെ ചോദിച്ചാലും ഈ 3 ഈ ചാപ്റ്റർ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഈ 5 ഡയമെൻഷൻസും അതുപോലെ തന്നെ എന്ത് പഠിച്ചിരിക്കണം, ഈ ഒരു LPGനെ കുറിച്ചും പഠിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നൗ വി ആർ ഗോയിങ് ടു ദ ഫോർത്ത് ചാപ്റ്റർ. നമ്മുടെ ഫംഗ്ഷൻസിലെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള ആരെക്കുറിച്ച് പഠിക്കാൻ പോവാണ്, പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. പ്ലാനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ സ്ഥിരം ചെയ്യുന്നത് അല്ലേ, എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് എന്ത് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് അങ്ങോട്ട് സെറ്റാക്കാം. ഓക്കെ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ് മുതൽ ആ പ്ലാനിൻ്റെ പ്രിമൈസസ്, അതേപോലെ തന്നെ അൾട്ടർനേറ്റീവ് ഇതാക്കുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്യുന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അത് ഫോളോ അപ്പ് നടത്തുന്നു എന്നിങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് സ്റ്റെപ്സിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എളുപ്പമാണ് പഠിക്കാൻ അല്ലേ. ഈ പറഞ്ഞതുപോലെ നല്ല എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എജുപോർട്ടിൻ്റെ ബാച്ചിൽ ചേരാനും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മുടെ അതിൻ്റെ ലിങ്കും എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. എജുപോർട്ടിന് ഇതുപോലത്തെ ക്ലാസ്സുകളും കാര്യങ്ങളും അതുപോലെ PYQകളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മുടെ അഡാപ്റ്റീവ് ആപ്ലിക്കേഷനിലൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് എൻറോൾ ടു അവർ കോഴ്സിൽ നമ്മുടെ സൂപ്പർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിൽ ഡിസ്കസ് അബൌട്ട് ലേറ്റർ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഔട്ട്ലൈൻ 5 ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ഒരുപാട് വട്ടം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഈ ഇടയായിട്ട് എക്സാമിൻ്റെ ട്രെൻഡ് ഒന്ന് മാറ്റിയിട്ട് അവരെങ്ങോട്ട് ചോദ്യം മാറ്റി, ലിമിറ്റേഷൻസ് എന്നുള്ള ഭാഗത്തേക്ക് ചോദ്യങ്ങൾ മാറ്റുന്നു. ഓക്കെ, എന്താണ് ലിമിറ്റേഷൻസ്, അതേപോലെ തന്നെ പ്ലാനിങ്ങിന് എന്തൊക്കെയാണ് ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് എന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു 5-6 പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4-5 എന്ത് ചെയ്യുക, സെറ്റാക്കി പഠിച്ചു വെക്കാം. ഞാൻ പറയുന്നു ഈ ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്സിലെ ആസൂത്രണം എന്നതുകൊണ്ട് വിജയം ഉറപ്പാക്കുന്നില്ല, ടൈം കൺസ്യൂമിംഗ് ആണ്, ഹ്യൂജ് കോസ്റ്റ് ആണ്, അതേപോലെ റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ഓൾ ടുഗദർ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഒരു 5-6 പോയിന്റ് കിട്ടുക എന്നുള്ളതാണ്. ആ പോയിന്റിന് വലിപ്പമുണ്ടോ ചെറുപ്പമുണ്ടോ എന്നൊന്നും എക്സാമിന് നോക്കില്ല, റൈറ്റ് പോയിന്റ് ആണോ എന്ന് നോക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ടൈം കോസ്റ്റ് എന്നൊക്കെ പെട്ടെന്ന് പഠിച്ചു വെക്കുക. പ്ലാനിങ് എപ്പോഴും സക്സസ് ആവില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് അറിയാവുന്നതുമാണ്. അതുപോലെ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നു. എന്തായാലും ഓണപരീക്ഷയ്ക്ക് അവരുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ടൈപ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരും. എന്താണ് പ്രൊസീജിയർ, മെത്തേഡ്, ഈ പറഞ്ഞതുപോലെ തന്നെ ബഡ്ജറ്റ് എന്താണ്, പ്രോഗ്രാം എന്താണ്, സ്ട്രാറ്റജി എന്താണെന്നൊക്കെയുള്ള ഒരു ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കേണ്ട ഭാഗമല്ല, ബട്ട് ഒരു 3 മാർക്കിന് 3 പ്ലാനുകൾ ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു 4 മാർക്കിന് 2 അല്ലേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒക്കെ ചോദിക്കാവുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ദ ഫൈനൽ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഓണപരീക്ഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിൽ എത്തുകയാണ്. ഇറ്റ് ഈസ് ദ ഓർഗനൈസിങ് എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റിലെ 2ാമത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള ഓർഗനൈസിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അതിൻ്റെ സ്റ്റെപ്സ് തന്നെയാണ് അല്ലേ, വേരിയസ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്. ഓർഗനൈസിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 സ്റ്റെപ്പുകൾ, വളരെ ഈസി ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ, ഡിവിഷൻ ഓഫ് വർക്ക് മുതൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷനും അതേപോലെ അസൈനിങ് ഡ്യൂട്ടീസ് ടു എന്ത് ചെയ്യുന്നു, അവസാനം റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് വരെയുള്ള വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ 4 സ്റ്റെപ്സ് ഓഫ് ഓർഗനൈസിങ് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് പിന്നെ അങ്ങോട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ പഠിക്കുന്നുണ്ട്, ഫംഗ്ഷണൽ ആൻഡ് ഡിവിഷണൽ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവസാനം നമ്മൾ എന്തും പഠിക്കുന്നുണ്ട്, ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ പഠിക്കുന്നുണ്ട്. ഇത് 3ഉം ഞാൻ ഡിഫറൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്ലൈഡുകൾ കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇത് ഓരോന്നും എന്ത് ചെയ്യുക, ഡിഫറൻസ് ആയിട്ട് തന്നെ പഠിക്കുക. അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്, ഇനി എങ്ങനെ ഡിവിഷൻ മാത്രം ചോദിച്ചാൽ അത് എഴുതാം, ഫംഗ്ഷണൽ മാത്രം ചോദിച്ചാൽ അത് എഴുതാം, ഫോർമൽ മാത്രം ചോദിച്ചാൽ അത് എഴുതാം, ഇൻഫോർമൽ മാത്രം ചോദിച്ചാൽ അത് എഴുതാം, ഡെലിഗേഷൻ മാത്രം ചോദിച്ചാൽ അത് എഴുതാം, അതേപോലെ ഡീസെൻട്രലൈസേഷൻ മാത്രം ചോദിച്ചാൽ അതും എഴുതാൻ വേണ്ടി പറ്റില്ല. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൃത്യമായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ ഉണ്ട്. എന്തായാലും നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഐ ആം 100% ഷുവർ അത് എവിടുന്ന് മാത്രമേ ചോദിക്കുള്ളൂ, നമ്മുടെ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ് ചോദിക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ മലയാളം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ മലയാളമാണ്, അതേപോലെ ഫംഗ്ഷണൽ ഡിവിഷൻ തമ്മിലുള്ളത്. ഈ ഫംഗ്ഷണൽ ഡിവിഷനിൽ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി പഠിച്ചു വെച്ചേക്കുക, ഫംഗ്ഷണൽ ഡിവിഷന് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കണം മക്കളെ. അതിൻ്റെ ഓരോ മിഡിൽ ലെവലിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കണം മക്കളെ. അത് ഒന്ന് ഫംഗ്ഷൻ ആണെങ്കിൽ ഒന്ന് ഡിവിഷൻ പ്രോഡക്റ്റ് ആയിരിക്കും, ഒന്ന് ഫംഗ്ഷൻ്റെ ബേസിലായിരിക്കും. അതെന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കാരണം ഡയഗ്രാം വരച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ ഓണപരീക്ഷയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഉള്ളത് ഒന്ന് ഇന്നുമാണ്, അതേപോലെ ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പിനൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അവർ ചോദിക്കുകയാണെങ്കിൽ ഡിഫറൻസ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു പക്ഷേ ഇങ്ങനെയൊക്കെ ചോദിച്ചേക്കാം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും
ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററുകളിൽ നിന്ന് പഠിക്കാനുള്ളത്. ഈ സ്ലൈഡും കാര്യങ്ങളൊക്കെ കിട്ടണം. എഗെയിൻ ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്, നമ്മുടെ ഇതിൻ്റെ ഈ നോട്ട്സ് ഈ കാര്യങ്ങൾ പോലും കിട്ടണമെങ്കിൽ നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യണം? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ദ പീപ്പിൾ അല്ല, ഇതിലുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് അത് കിട്ടാനും എല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ഈ ഓണപ്പരീക്ഷൻ്റെ അവസാന മൂട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു കൃത്യമായ പഠന രീതി നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇനി പഠിക്കണം. ഇത് +2 ആണ്, ഇനി ഉഴപ്പാൻ പറ്റൂല. +1 ഉഴപ്പിയപ്പോൾ വിചാരിച്ചത് +2 പഠിക്കാമെന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ +2 ഇവിടെ എത്തിക്കണമല്ലോ, ഓണപ്പരീക്ഷയായി. ഒന്ന് കണ്ണ് പൂട്ടി തുറക്കുമ്പോഴത്തെ ഓണപ്പരീക്ഷയായി. ഇനി ഈ പറഞ്ഞ പോലെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചില്ല് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എവിടെ എത്തും? നമ്മൾ ക്രിസ്മസ് പരീക്ഷ എത്തും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എവിടെ എത്തി? മാർച്ചിൽ ബോർഡ് എക്സാം ആയി. പിന്നെ നമുക്ക് ഓർക്കാൻ ചെയ്യാൻ ഒന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമേ ഒരു കോഴ്സിനൊക്കെ ചേർന്നിരിക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ അത് എന്തിനു ഹെൽപ്പ് ചെയ്യും? ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പഠനത്തിനില്ലേ ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് നമ്മുടെ മെൻറ്റേഴ്സൊക്കെ നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ട് പഠിക്കുന്നില്ല മക്കളെന്ന് ചോദിച്ചിട്ട് ഒരു സപ്പോർട്ടിങ് ഹാൻഡായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സ് എൻറോൾ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ഈ ചാപ്റ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കമ്മിങ് ടു ഈ കോളേജിലെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഏറ്റവും മികച്ച +2 ബോർഡ് ബാച്ച് ആയിട്ടാണ് എഡ്യൂപോർട്ടിനെ എല്ലാവരും പറയുന്നത്. നിങ്ങൾക്ക് അവരുടെ ഇതിന് മുന്നേ പഠിച്ച കുട്ടികളോട് ചോദിച്ചാൽ അറിയാം എത്ര ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളാണ് എഡ്യൂപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്നുള്ളത്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ കൃത്യമായിട്ടൊരു അതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇതുപോലെ നിങ്ങൾക്ക് നമ്പർ 1 കോച്ചിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചേരുക. സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സ്പെഷ്യലി പറഞ്ഞ സൂം ക്ലാസ്സസും അതുപോലെ PYQസും നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് മെൻറ്റേഴ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഈ ഓഫറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് 4,999 rupees നമ്മൾ എന്ത് ചെയ്യുന്നത്? GSTയോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. എഗെയിൻ ഒരു 10% ഓഫർ നമ്മൾ എന്തിനു കൊടുക്കുന്നുണ്ട്? ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ എൻറോൾ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ട്? ആ ഓഫറും കൂടി അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇറ്റ്സ് ലേറ്റ്, ഓൾറെഡി ലേറ്റ് ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം +2 ഇനി നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്ന ഒരിക്കലും ബെറ്റർ ഐഡിയ അല്ല. ബിക്കോസ് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ അത് ക്രിസ്മസ് പരീക്ഷ ആയി പോകും. പിന്നെ അതെന്താ ബോർഡ് എക്സാം, പിന്നെ ഇത് മൊത്തം ലോഡായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടുള്ള പഠന രീതികളും കാര്യങ്ങളും മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതെന്ത് ചെയ്യുന്നു? ഒരു 30 മാർക്കിൻ്റെ വീഡിയോ വിൽസ് എൻഡിങ് അപ്പ്. താങ്ക് യു.